മുപ്പത്തടം സർവീസ് സഹകരണ ബാങ്കിൽ ഡിവിഡൻഡ് വിതരണവും കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ബാങ്ക് ഭരണസമിതി അംഗങ്ങൾക്കുള്ള സ്വീകരണവും സംഘടിപ്പിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് CG വേണുഗോപാൽ അധ്യക്ഷനായ ചടങ്ങിൽ ഭരണസമിതി അംഗം KN രജീഷ് സ്വാഗതം പറഞ്ഞു. ബാങ്ക് പ്രസിഡന്റ് VM ശശി ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ബാങ്ക് സെക്രട്ടറി PH സാബു, ശ്രീമാൻ നാരായണൻ, MA ഫിറോസ് ഖാൻ, SS അനിൽ എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികളായ R രാജലക്ഷ്മിയെയും അനിൽ SF-നെയും പൊന്നാട അണിയിച്ചു. യോഗത്തിൽ ഭരണസമിതി അംഗം KJ സെബാസ്റ്റ്യൻ നന്ദി പറഞ്ഞു. നമ്മുടെ ലളിതമായ ഒരു ചടങ്ങ് നമ്മളിവിടെ ആരംഭിക്കുകയാണ്. നമ്മുടെ 2024-25 വർഷത്തെ ലാഭവിഹിതത്തിൻ്റെ വിതരണ ചടങ്ങും മുപ്പത്തടം സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 2 ജനപ്രതിനിധികൾക്കുള്ള യഥാക്രമം R രാജലക്ഷ്മി, അനിൽ SF എന്നിവർക്കുള്ള ഒരു സ്വീകരണവുമാണ് നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനായി ബഹുമാനായ ബാങ്ക് വൈസ് പ്രസിഡന്റ് CG വേണുഗോപാലിനെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ശ്രീ KN രജീഷിനെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബാങ്കിൻ്റെ ആദരണീയനായ വൈസ് പ്രസിഡന്റ് ഈ യോഗത്തിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ശ്രീ CG വേണു, ബാങ്കിൻ്റെ പ്രസിഡന്റ് ശ്രീ VM ശശി, ഇന്ന് ഈ വേദിയിൽ നമ്മൾ ആദരിക്കുന്ന നമ്മുടെ ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറും ഇപ്പോൾ കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായിട്ടുള്ള നമ്മളുടെ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി രാജലക്ഷ്മി, നമ്മളുടെ ബോർഡ് മെമ്പർ ശ്രീ അനിൽ SF, പ്രിയപ്പെട്ട എൻ്റെ സഹകാരികളെ, നമ്മളുടെ ഈ ബാങ്ക് പ്രവർത്തനത്തിൻ്റെ മകുടം ചാർത്തിക്കൊണ്ട് ഇന്ന് കേരള സംസ്ഥാനത്ത് വളരെ അധികം നിറഞ്ഞു നിൽക്കുന്ന ഒരു സഹകരണ ബാങ്കായി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കൂടുതൽ ധരിപ്പിക്കുന്നില്ല. എനിക്ക് ഈ ചുമതലയുള്ളത് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ ഇതിൽ ഏറ്റവും നല്ല ലളിതമായ ചടങ്ങാണെങ്കിലും പ്രൗഢഗംഭീരമായ ചടങ്ങായി മാറുകയാണ് ഈ നമ്മളുടെ ഇന്നത്തെ ഈ ചടങ്ങ്. ഇതിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് നമുക്ക് ഏവർക്കും സുപരിചിതനായ നമ്മുടെ പഞ്ചായത്തിലാകെ പേടിച്ചേട്ടൻ എന്നറിയപ്പെടുന്ന നമ്മളുടെ ഹൃദയസ്പർശിയായ ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ CG വേണുവിന് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ബാങ്കിൻ്റെ പ്രസിഡന്റ് ശ്രീ VM ശശി ഏവർക്കും സുപരിചിതനാണ്. നമ്മുടെ കടുങ്ങല്ലൂർ ഗ്രാമത്തിലെ എല്ലാ മനസ്സുകളിലും ശശിചേട്ടൻ എന്നുള്ള പേര് തെളിഞ്ഞു നിൽക്കുകയാണ്. ബാങ്കിൻ്റെ പ്രവർത്തന മികവിലൂടെ എല്ലാ കാര്യങ്ങളിലും ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിക്കുന്ന ബാങ്കിൻ്റെ പ്രസിഡന്റ് ശ്രീ VM ശശിക്ക് എൻ്റെ ഹൃദയാഭിവാദ്യങ്ങളും സ്വാഗതവും ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇനി വിശിഷ്ടാതിഥികളായി നമ്മുടെ ബാങ്കിൻ്റെ തന്നെ ബോർഡ് മെമ്പറായിട്ടുള്ള മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി ജനമനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ R രാജലക്ഷ്മി, ശ്രീമതി രാജലക്ഷ്മിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ഹൃദയാഭിവാദ്യങ്ങളും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുകയാണ്. ഈ ചടങ്ങിൽ നമ്മുടെ യുവത്വത്തിൻ്റെ പ്രതീകമായി കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുത്ത നമ്മുടെ ശ്രീ അനിൽ SF ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറാണ്. ഏവർക്കും സുപരിചിതനാണ്. രാഷ്ട്രീയ മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് ശ്രീ അനിൽ SF-നും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ പ്രിയപ്പെട്ട കവിയും എഴുത്തുകാരനും സാഹിത്യവും സർവോപരി എല്ലാ ജനമനസ്സുകളിലും ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ നിറവിലേക്ക് എത്തിയിരിക്കുന്ന ശ്രീമാൻ നാരായണൻ ചേട്ടൻ കുടിവെള്ളം എത്തിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കർത്തവ്യം. ദാഹിക്കുന്നവർക്ക് ദാഹജലം എത്തിക്കുക. അത് മനുഷ്യനായാലും മൃഗങ്ങളായാലും മൃഗാദികളായാലും ലോകത്തിന്റെ സമസ്ത മേഖലയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും കുടിനീരെത്തിക്കുക, ദാഹജലം എത്തിക്കുക എന്ന കർത്തവ്യത്തിലൂടെ ഇന്ന് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന എല്ലാ തരത്തിലുള്ള അവാർഡുകളും കരസ്ഥമാക്കിയുള്ള ശ്രീമാൻ നാരായണൻ ചേട്ടൻ ഇവിടെ നിറഞ്ഞ സദസ്സിലിരിപ്പുണ്ട്. അദ്ദേഹത്തിന് ഞാൻ ഹൃദയാഭിവാദ്യം സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡയറക്ടർ ബോർഡ് മെമ്പറായിട്ടുള്ള ശ്രീ PA ശിവശങ്കരൻ, നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സെബാസ്റ്റ്യൻ ചേട്ടൻ, അതുപോലെ തന്നെ വാഗ്മിയും ചരിത്രകാരനും പണ്ഡിതനും
പല ഭാഷകളിൽ, വിവിധ ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യാൻ കഴിവുള്ള നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ ഡോക്ടർ ഫിറോസ് ഖാൻ, അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ബാങ്കിന്റെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ബാങ്കുകളിലെല്ലാം അതിന്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്ന, അതിന്റെ ചലനങ്ങൾ സ്പഷ്ടമായി അറിയുന്ന, നമ്മുടെ ബാങ്കിന്റെ നേതൃത്വ പദവിയിലിരുന്ന സംസ്ഥാന നേതൃത്വ പദവിയിലേക്ക് സംസ്ഥാന സെക്രട്ടറിയൊക്കെ ഇരുന്നിട്ടുള്ള നമ്മുടെ അനിച്ചേട്ടൻ, ബെഫി എന്ന് അറിയപ്പെടുന്ന സംഘടനയുടെ നമ്മുടെ അനിച്ചേട്ടൻ എത്തിയിട്ടുണ്ട്. അനിച്ചേട്ടനും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇനിയും നമ്മളുടെ പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങളൊക്കെ നമ്മുടെ ഈ സദസ്സിന് മുന്നിൽ ഇരിപ്പുണ്ട്. നമ്മുടെ സുലൈമാനക്ക, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരും ഉണ്ട്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഏവർക്കും നന്മ നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകളും വരാൻ പോകുന്ന 2026 പുതിയ പ്രതീക്ഷകളുടെ, പുതിയ നാമ്പുകളുടെ, പുതിയ നാളങ്ങളുടെ ശുഭപ്രതീക്ഷയേകിക്കൊണ്ട് ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എൻ്റെ നല്ല നമസ്കാരം. മാന്യ സഹകാരികളെ, നമ്മുടെ ചടങ്ങ് തുടങ്ങാൻ കൂടുതൽ വൈകി, അതുകൊണ്ടൊരു അധ്യക്ഷ പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. നമ്മുടെ ഈ ലളിതമായ ചടങ്ങും നമ്മുടെ ബാങ്കിൻ്റെ ലാഭവിഹിത വിതരണവും നടത്തുന്ന, ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന നമ്മുടെ ബാങ്കിൻ്റെ ബഹുമാന്യനായ പ്രസിഡന്റ്, പറവൂർ സർക്കിൾ സഹകരണ യൂണിയൻ്റെ ബഹുമാന്യായ ചെയർമാൻ കൂടിയായ ശ്രീ VM ശശിയെ ആദരപൂർവ്വം ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഹകാരികളെ, ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങും ആദരവും ഡിവിഡൻഡ് വിതരണവും ഞാൻ രണ്ടാമത് ചെയ്തോളാം. ഇപ്പോൾ നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട ഗാന്ധിയനും പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമെല്ലാമായിട്ടുള്ള ശ്രീമൻ നാരായണൻ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന് 11:30 മണിക്ക് എറണാകുളത്ത് എത്തേണ്ടതാണ്. നമ്മൾ നിർബന്ധിച്ചിട്ടാണ് ഇതിനകത്ത് ഇപ്പോൾ ഇരിച്ചിട്ടുള്ളത്. ആദ്യം ഇതിനകത്ത് ആശംസാ പ്രസംഗത്തിന് വേണ്ടി ശ്രീമൻ നാരായണനെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട അധ്യക്ഷൻ, പ്രസിഡന്റ് VM ശശി, സഭാധ്യൻ, മറ്റ് പുതിയ നമ്മുടെ പഞ്ചായത്ത് ജനപ്രതിനിധികൾ, ഫിറോസ് ഖാൻ, മറ്റുള്ള ആദരണീയരായ CG വേണു, ആദരണീയരായ എല്ലാ വേദിയിലെ ബഹുമാനിതർക്കും സ്നേഹം നിറഞ്ഞ സദസ്യർക്കും ഹൃദയപ്രണാമം. നമ്മുടെ ബാങ്ക് ഉത്തരോത്തരം ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് സമൂഹത്തിൻ്റെ സ്പന്ദനങ്ങളെല്ലാം അറിഞ്ഞ് സർവ പ്രശ്നങ്ങളും എല്ലാ തരത്തിലും അതിന് പ്രതിവിധികൾ കണ്ട് പരിഹരിക്കുന്ന വലിയ, ഇപ്പോൾ പറഞ്ഞു, ഇന്ത്യയിലേക്ക് നമ്മുടെ കേരളത്തിലേക്ക് 5ാമത്തെ സ്ഥാപനം ആണ് സഹകരണ രംഗത്ത്. അതിലൊക്കെ ഏറ്റവും കൂടുതൽ അഭിമാനമുണ്ട്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയ മനസ്സുകളുടെ അക്ഷീണമായ പ്രയത്നങ്ങളെ കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ളൊരു വലിയ നേട്ടത്തിലേക്ക് ബാങ്ക് എത്തിയത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ബോർഡ് മെമ്പർമാർക്കും പ്രസിഡന്റിനും എല്ലാവർക്കും ആദ്യമായി എൻ്റെ ഹൃദയ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. ഇന്ന് ഇവിടെ ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡിലുള്ള തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളായ ജയശ്രീ അനിൽ, രാജലക്ഷ്മി അനിൽ എന്നിവർക്ക് എല്ലാവിധത്തിലുള്ള അഭിനന്ദനങ്ങളും മൂന്നാമത് അർപ്പിക്കുന്നു. ഒരു കാര്യം മാത്രം പറയുകയാണ് അവരോട്: അഴിമതിരഹിതമായ, നിസ്വാർത്ഥമായ, മറ്റ് യാതൊരു സ്ഥാപിത താല്പര്യങ്ങളും ഇല്ലാതെ വരുന്ന ഭരണസമിതിക്ക് സേവനം ചെയ്യാൻ മാർഗദർശകമായി നിങ്ങൾ തീരട്ടെ.
ഹൃദയം കൊണ്ട് അഭിലഷിക്കുന്നു. അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലത് നേർന്നുകൊണ്ട് വരുന്ന ക്രിസ്മസിൻ്റെ എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഈ ലളിതമായ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ CG വേണുഗോപാൽ, ഇവിടെ ആമുഖ പ്രസംഗം നടത്തിയിട്ടുള്ള ശ്രീമൻ നാരായണൻ, എഴുത്തുകാരനും ഒട്ടേറെ അവാർഡ് ജേതാവുമായിട്ടുള്ള ശ്രീ MA ഫിറോസ് ഖാൻ, ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ശ്രീ SS അനിൽ, നമ്മളിന്നിപ്പോൾ ഇവിടെ ആദരിക്കുന്ന പഞ്ചായത്ത് മെമ്പറും ബാങ്കിൻ്റെ ബോർഡ് മെമ്പറുമായിട്ടുള്ള ശ്രീ R രാജലക്ഷ്മി, മറ്റൊരു ആദരവ് ഏറ്റുവാങ്ങുന്ന ബാങ്കിൻ്റെ ബോർഡ് മെമ്പറും പഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അനിൽ സഫ്, ബോർഡ് അംഗങ്ങളായിട്ടുള്ള PI ശിവശങ്കർ, ബാങ്കിൻ്റെ സെക്രട്ടറി ശ്രീ PH സാബു, ബാങ്കിൻ്റെ സീനിയർ ബോർഡ് മെമ്പറായിട്ടുള്ള KJ സെബാസ്റ്റ്യൻ, ഇവിടെ സ്വാഗതം പറഞ്ഞ KN രതീഷ്, ഏറ്റവും പ്രിയപ്പെട്ട സഹകാരികളെ, സഹോദരി സഹോദരന്മാരെ, ഇതൊരു ലളിതമായ ചടങ്ങായതുകൊണ്ട് തന്നെ ദീർഘമായ ഒരു പ്രസംഗത്തിന് ഇവിടെ പ്രസക്തിയില്ല. നമ്മുടെ ബാങ്കിൻ്റെ പൊതുയോഗം ഈ കഴിഞ്ഞ 21-ാം തീയതി ഇവിടെ ചേർന്നു. വളരെ വിശദമായി നമ്മൾ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് പോയിട്ടുള്ളതാണ്. കഴിഞ്ഞ ഒരു കൊല്ലക്കാലത്തെ നമ്മുടെ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പരിശോധന ആ വാർഷിക പൊതുയോഗത്തിനകത്ത് നമ്മൾ നടത്തി. നമ്മുടെ ബാങ്കിൻ്റെ നിക്ഷേപം എന്ന് പറയുന്നത് 125,44,00,000 പക്ഷേ നമുക്ക് നമ്മുടെ നിക്ഷേപം സഹകരണ ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യപ്പെടുന്നത് പോലെ ലോൺ കൊടുക്കാൻ കഴിയുന്നില്ല. നമുക്ക് 50 ലക്ഷം രൂപ വരെ ഒരാൾക്ക് ലോൺ കൊടുക്കാം, അതിനൊരു പ്രൊവിഷനുണ്ട്. പക്ഷെ നമ്മൾ അത് കൊടുക്കുന്നില്ല. ആ ലോൺ കൊടുത്താൽ ലോൺ തിരിച്ചടയ്ക്കാനുള്ള ലോൺ എടുക്കുന്ന ആളുടെ ശേഷിയെ പരിശോധിച്ചിട്ടാണ് നമ്മൾ ലോൺ കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ലോൺ കൊടുക്കാൻ നമുക്ക് ഫണ്ടുണ്ടെങ്കിലും ഒരാൾക്കിപ്പോൾ 10 ലക്ഷം രൂപയാണ് ഒരാൾക്ക് നമ്മൾ ലോൺ കൊടുക്കുന്നത്. അങ്ങനെ ലോൺ കൊടുത്താൽ പോരാ എന്ന് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ അനുഭവം കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ കുടിശ്ശിക ശതമാനം എന്ന് പറയുന്നത് 19.91, 20% താഴെയാണ് കുടിശ്ശിക. ഇതിപ്പോൾ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ മാത്രമായി വന്നിട്ടുള്ളതല്ല. ഏതാണ്ട് 10 വർഷങ്ങൾക്ക് മുമ്പ് വരെയൊക്കെ എടുത്തിട്ടുള്ള ലോണുകൾ കുടിശ്ശിയായി കിടക്കുകയാണ്. അങ്ങോട്ട് എടുത്തു പോകുന്നത് തിരിച്ച് അടവുണ്ടാകുന്നില്ല. വലിയ പരിശ്രമം നമ്മൾ ഈ കാര്യത്തിൽ നടത്തുന്നുണ്ട്. നമ്മുടെ ബോർഡ് മെമ്പർമാരും നമ്മുടെ ജീവനക്കാരുമെല്ലാം വീടുകളിൽ പോയി കുടിശ്ശിക തിരിച്ചെടുക്കാൻ ആവശ്യമായ വലിയ പരിശ്രമം നമ്മൾ നടത്തുന്നതിന് ഒരു ഫലം ഉണ്ടായില്ല എന്നല്ല, അതിൻ്റെ എല്ലാം ചെറിയ ഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്, നമ്മുടെ പ്രതീക്ഷക്കനുസരിച്ച് തിരിച്ചടവ് ഉണ്ടാകുന്നില്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ കുടിശ്ശിക ശതമാനം 19.91 ആണെങ്കിൽ കുടിശ്ശിക 17,44,00,000. അപ്പോൾ നമുക്ക് എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ഈ കുടിശ്ശിക കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി കഴിയണം. നമ്മുടെ 2 ബോർഡ് മെമ്പർമാർ ശ്രീ R രാജലക്ഷ്മി നമ്മുടെ ബോർഡ് മെമ്പറാണ്,
കഴിഞ്ഞ ടൈമിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്നു. ഈ പ്രാവശ്യം പഞ്ചായത്തിലേക്ക് മത്സരിച്ച് ജയിച്ചു. അനിൽ അസഫ് നമ്മുടെ ബോർഡ് മെമ്പറാണ്. പഞ്ചായത്തിലേക്ക് മത്സരിച്ച് ജയിച്ചു. രണ്ടുപേരെയും നമ്മുടെ ബോർഡ് മെമ്പർമാർ എന്നുള്ള നിലയ്ക്ക് രണ്ടുപേരെയും നമ്മളിപ്പോൾ ഈ വേദിയിൽ ആദരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. രണ്ടുപേരുടെയും സാന്നിധ്യം ഇപ്പോൾ ഇവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഡിവിഡൻഡ് വിതരണം ചെറിയ സംഖ്യയാണെങ്കിലും അത് കയ്യിൽ കിട്ടുന്നത് വലിയ സന്തോഷമാണ്. നമ്മുടെ ബാങ്കിൻ്റെ ലാഭവിഹിതം എന്നുള്ളതിലേക്ക് കയ്യിൽ കിട്ടുന്നത് വലിയ സന്തോഷമാണ്. അതിൻ്റെ വിതരണം കൂടി ഇപ്പോൾ ഇതോടൊപ്പം നമ്മൾ നടത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ ചടങ്ങ്, ലളിതമായ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ആർ രാജലക്ഷ്മിയും അനിൽ എസഫും കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ അംഗങ്ങളായി കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. മുപ്പത്തറ സർവീസ് സഹകരണ ബാങ്കിനെ സംബന്ധിച്ച് ഏറെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണത്. കാരണം ബാങ്കിൻ്റെ ഭരണസമിതി അംഗങ്ങൾക്ക് പൊതുസമൂഹത്തിൻ്റെ വിഷയങ്ങൾ കൂടി ഇടപെടാനും സാധ്യമായ പരിഹാരം ഉണ്ടാക്കാനും കഴിയുന്ന ഒരു ഇടപെടൽ ശേഷിയുടെ തലത്തിലേക്ക് ബാങ്കിൻ്റെ ബോർഡ് മെമ്പർമാർ മാറുന്നു എന്നുള്ളതാണ് ബാങ്കിനെ സംബന്ധിച്ച് സന്തോഷകരമായ കാര്യം. അപ്പോൾ സഹകാരികൾക്കൊപ്പം പൊതുസമൂഹത്തിൻ്റെ കൂടി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്ന ആളുകളായി ബാങ്കിൻ്റെ 2 ഭരണസമിതി അംഗങ്ങൾ മാറുന്നു. നമുക്കവരെ സ്നേഹപൂർവ്വം സ്വീകരിക്കാം. അപ്പോൾ ഇവിടെ ബാങ്കിൻ്റെ ആദരവ് ബഹുമാനായ പ്രസിഡന്റ് തന്നെ ഏറ്റവും ആദ്യത്തെ ആദരവ് നൽകുന്നു. പ്രസിഡന്റ് ആദരവ് നൽകുന്നു. നമുക്ക് നല്ല ഒരു കയ്യടി കൊടുത്ത് അവരെ നമുക്ക് അഭിവാദ്യം ചെയ്യാം. ആർ രാജലക്ഷ്മിയെ പൊന്നാട അണിയിക്കുകയാണ്. ബാങ്കിൻ്റെ യുവപ്രതീകം അനിൽ എസഫിന് ആദരവ് നൽകാൻ CG വേണുഗോപാലിനെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേണിച്ചേട്ട പൊന്നാടി ഇരിക്കാണ്, പൊന്നാട അണിയിക്കേ. 1-2 പേര് വേണുചേട്ടൻ ആദരവ് സമ്മാനിക്കുകയാണ്. KJ സെബാസ്റ്റ്യൻ ആദരവ് നൽകുന്നു. ഞാൻ ഈ പൊന്നാടൊക്കെ ഇതൊരു സഹകാരികളായിരിക്കും. ആദരവ് നൽകാൻ വേണ്ടി ഞാൻ MA ഫിറോസ് ഖാനെ ക്ഷണിക്കുന്നു. MA ഫിറോസ് ഖാൻ പൊന്നാട അണിയിക്കുന്നു. SS അനിലിനെ ഞാൻ ആദരവ് നൽകാൻ ക്ഷണിക്കുകയാണ്. അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടറി പൊന്നാട അണിയിച്ച് ആദരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഭരണസമിതി അംഗം PA ശിവശങ്കരൻ ആദരവ് സമ്മാനിക്കുകയാണ്. ഇനി നമുക്കിവിടെ നമ്മുടെ സഹകാരികൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ സഹകാരികൾക്ക് ആർക്ക് ആദരവ് നൽകണമെങ്കിലും ഈ ഡയസിലേക്ക് വരാവുന്നതാണ്. പൊന്നാടകൾ സജ്ജമാണ്. നമുക്ക് ആദരവ് സമ്മാനിക്കാം. വരൂ. KM രജീഷ് ആദരവ് നൽകുകയാണ്. ഷാജു PG ഷാജു ആദരവ് നൽകുകയാണ്. ബഹുമാനപ്പെട്ട അംഗം ശ്രീ സുലൈമാൻ അവറുകളെ ഞാൻ ക്ഷണിക്കുന്നു. രാജൻ ചേട്ടനെ ഞാൻ ആദരവ് നൽകാൻ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട PR ഉണ്ണികൃഷ്ണനെ ഞാൻ ആദരവ് നൽകാൻ ക്ഷണിക്കുകയാണ്. രാജീവേ വാന്ന് രാജീവിനെ ക്ഷണിക്കുന്നു.
ഇനിയും ആദരവ് സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്ന സഹകാരികൾക്ക് കടന്നു വരാം. ഞാൻ ഒരു പ്രോത്സാഹനം എന്നുള്ള എനിക്ക് പേര് വായിച്ചെന്ന് മാത്രമേ ഉള്ളൂ. യെസ്, പരമേശ്വരൻ തിരുമേനിയെ ഞാൻ ഏറ്റവും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആ, പേര് കേശവൻ നമ്പൂതിരിയെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇവിടെ വിതരണം നടത്തല്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബാങ്കിന്റെ ലാഭവിഹിത വിതരണം സംഘടിപ്പിക്കുകയാണ്. ഡിവിഡന്റ് ഏറ്റുവാങ്ങാൻ വേണ്ടി പേര് വിളിക്കുന്നവരെ ക്ഷണിക്കുന്നു. ലിസി രാജനെ ഞാൻ ഏറ്റവും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നല്ലൊരു കയ്യടി കൊടുത്ത് നമുക്ക് ഈ ഡിവിഡന്റ് വിതരണത്തെ ഭംഗിയുള്ളതാക്കാം. അങ്ങോട്ട് യെസ്, ഒന്ന് എഴുന്നേറ്റ് കേരേശൻ ഒന്ന് എഴുന്നേറ്റ് നിന്ന് അല്ല, അപ്പം ഇങ്ങോട്ട് ഫേസ് ചെയ്തു. ഓക്കെ, വിശ്വംഭരൻ ചേട്ടനെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഡിവിഡന്റ് ഏറ്റുവാങ്ങാൻ. വിശ്വംഭരൻ ചേട്ടൻ. ശ്രീ വി ടി രാജൻ ബഹുമാന്യ സഹകാരിയെ ക്ഷണിക്കുകയാണ്. അതെ, ആശംസാ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി ഞാൻ MA ഫിറോസ് ഖാനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ബാങ്ക് പ്രസിഡന്റ് ശ്രീ VM ശശി, മറ്റു വേദിയിലും സദസ്സിലുമുള്ള പ്രമുഖരെ, ഞാൻ ദീർഘമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെ വിശദമായി ഇവിടെ പ്രസിഡന്റ് സംസാരിക്കുന്നുണ്ട്. നമുക്ക് ബാങ്കിൻ്റെ ഡയറക്ടർമാരിൽ 2 പേർ കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടു. അതിലുള്ള സന്തോഷവും അവരെ ആശംസിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത്. 1940 ജൂൺ 14 നമ്മുടെ ആലുവ പാലം, മാർത്താണ്ഡപുരം പാലം, മാർത്താണ്ഡപുരം ഇളയ മഹാരാജാവ് രാജ്യത്തിനായി തുറന്നു കൊടുക്കുന്നത്. അന്ന് ആ പാലം വരുമ്പോൾ വളരെയേറെ വിമർശനങ്ങളുണ്ടായി. ഞാൻ ദീർഘവീക്ഷണത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്, നമ്മളിൽ അർപ്പിതമായ കർത്തവ്യം നാം നിറവേറ്റുമ്പോൾ അത് ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ബാധ്യതയാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇളയ മഹാരാജാവ് അന്ന് പാലം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് വിദൂഷകന്മാർ വിമർശിച്ചു. ഈ ആലുവ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് എന്തിനാണ് ഈ വലിയ പാലം എന്ന് ചോദിക്കുകയുണ്ടായി. വിദൂഷകന്മാർക്ക് ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന മഹാരാജാവായി. അപ്പം അദ്ദേഹം പറഞ്ഞു, ആലുവ എന്ന് പറയുന്ന ഈ കൊച്ചു ഗ്രാമത്തിലേക്ക് കടന്നു വരുന്ന ഒരു പ്രവേശന കവാടമായിട്ടല്ല ഞാനിതിനെ കാണുന്നത്. ആലുവ എന്ന് പറയുന്ന പ്രദേശം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വികസിതമായി, വളരെയേറെ വികസനോന്മുഖമായി നിൽക്കുന്ന ഒരു വ്യാവസായിക കേന്ദ്രമായി മാറാൻ പോവുകയാണ്. വളരെ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള കാഴ്ചപ്പാട്. ആലുവയുടെ വടക്കേ താഴത്ത് കുറച്ച് അരിക്കച്ചവടം നടത്തുന്ന സ്ത്രീകളാണ് ഉണ്ടായിരുന്നത്. പഴയ ആളുകൾക്കതറിയാം. ഒരു ഹോട്ടൽ, ഗ്രാൻഡ് ഹോട്ടൽ, കൊച്ചാക്കാട് ഹോട്ടൽ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഹോട്ടൽ, ആളുകൾ നടന്നുപോയി ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥലം.
എന്നെക്കൂടെ വളരെ ചെറിയ മഹാരാഷ്ട്ര. അന്ന് വളരെ ദീർഘവീക്ഷണത്തോടുകൂടി അദ്ദേഹം പറഞ്ഞു, ഇത് ആലുവ വ്യാവസായിക സ്ഥിരകേന്ദ്രമായി മാറുകയാണ്. ഇന്ന് ആലുവായിക്ക് ഒരു പ്രവേശന കവാടമായി ഈ ഒരു 3 വളയത്തോടു കൂടിയ ഒരു പാലം പണിതെങ്കിൽ ഈ പാലം മതിയാകാതെ വരുന്ന കാലം വിദൂരമല്ല. വരുന്ന കാലയളവിൽ സമാന്തര പാലത്തെക്കുറിച്ച് ജനം ചിന്തിക്കും എന്ന് പറഞ്ഞു. അത് യാഥാർത്ഥ്യമായി. ഞാൻ പറഞ്ഞു വന്നത്, അമ്പരചുംബികളായ മണിമന്ദിരങ്ങളുണ്ടാകും, വളരെ രാജവീഥികളുണ്ടാകും, വളരെ തിക്കുമുട്ടുന്ന രീതിയിലുള്ള ജനനിബിഡമായ പ്രദേശമായി ആലുവ മാറും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ഈ പറഞ്ഞതെല്ലാം ഇന്ന് നമ്മുടെ മുൻപിൽ യാഥാർത്ഥ്യമായി നിൽക്കുകയാണ്. ഞാനിത് പറഞ്ഞു വന്നത്, ഒരു ഭരണകർത്തവ്യം നമ്മളെ ചുമതല ഏൽപ്പിക്കുമ്പോൾ അത് മാറി മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് നമ്മളെ തെരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ, ഈ വരാൻ പോകുന്ന ദിനങ്ങളിൽ അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള റോഡുകൾ, തോടുകൾ, പാലങ്ങൾ, അല്ലെങ്കിൽ വലിയ കിണറുകൾ, അവരുടെ പെൻഷനുകൾ, ഇതെല്ലാം നമ്മുടെ കരങ്ങൾ കൊണ്ട് ലഭ്യമാകുക എന്നൊരു തോന്നൽ ആളുകളിലുണ്ടായി എന്ന ഒരു ബോധ്യം നമ്മളിലുണ്ടാകണം എന്ന് പറയാൻ വേണ്ടി. അത്തരത്തിൽ ഒരു കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് എന്ന ഒരു തോന്നൽ നമ്മളിലുണ്ടാകും. അവിടെ രാഷ്ട്രീയമായി മത, വർഗ, വർണ്ണ ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകുമ്പോഴാണ് നമ്മളെ ജനം അംഗീകരിക്കുന്നത്. അനിൽ എൻ്റെ ഒരു സ്റ്റുഡൻ്റാണ്. ഞാൻ 10ാം ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അന്നേ എനിക്കറിയാം, വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തി. A silent man who comes to the world very silently. ഒരു നിഷ്കളങ്കനായ, അല്ലെങ്കിൽ ഒരു നിശബ്ദനായ ഒരു മനുഷ്യൻ ഈ ലോകത്തിലേക്ക് വളരെ നിശബ്ദമായി തന്നെ കടന്നു വരികയാണ്. ജനങ്ങൾ വളരെ ആവേശപൂർവ്വം സ്വീകരിക്കുന്നു. പ്രത്യാഘാതങ്ങളുണ്ടായ ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പാണെന്ന് നമുക്കറിയാം. എന്നിരുന്നാലും അവിടെയെല്ലാം മതിമറന്നുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ടു എങ്കിൽ അവിടെ ജനങ്ങൾ നൽകിയ അംഗീകാരം, ഈ അംഗീകാരം വിനിയോഗിക്കും എന്ന ഉറച്ച ബോധ്യവും ആ ഒരു വിശ്വാസത്തോടും കൂടി ആയിരിക്കണം ജനങ്ങളെ സമീപിക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. നന്ദി, നമസ്കാരം. അടുത്ത ആശംസയ്ക്കായി ശ്രീ SS അനിലിനെ ക്ഷണിക്കുന്നു. ബഹുമാനായ അധ്യക്ഷൻ, വേദിയിലുള്ള മറ്റ് സഹകാരികളെ, പ്രിയമുള്ളവരെ, ഒരു ദീർഘമായൊരു സംസാരമൊന്നും എൻ്റെ ഭാഗത്തുനിന്നില്ല. 2 കാര്യങ്ങൾ മാത്രം. ഒന്ന്, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഈ സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് ഈ സ്ഥാപനത്തിൻ്റെ തുടർന്നുള്ള പ്രവർത്തനത്തെ സംബന്ധിച്ചും ഇപ്പോഴുള്ള അതിൻ്റെ മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ചുമൊക്കെ ഇവിടെ സംസാരിച്ചു. ഇവിടെ എന്നെ ഇവിടെ സ്വാഗതം പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാനൊരു ബാങ്ക് ജീവനക്കാരനായിരുന്നു. അപ്പോൾ ബാങ്കിൽ നിന്ന് പിരിഞ്ഞ ആളാണ്. ഒരു ധനമേഖലയെ സംബന്ധിച്ച്, ഒരു ധനകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച് അതിൻ്റെ നിലനിൽപ്പെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും വായ്പ നൽകുകയും ആ വായ്പ കൃത്യമായി തിരിച്ചു വരികയും ചെയ്യുക എന്നുള്ളതാണ്. ഇത് നമ്മുടെ രാജ്യത്തെ ബാങ്കിങ് മേഖല, സഹകരണ മേഖലയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, മറ്റു ബാങ്കിങ് മേഖല, വാണിജ്യ ബാങ്കിങ് മേഖല ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി അതിൻ്റെ കിട്ടാക്കടങ്ങളാണ്. പക്ഷെ വാണിജ്യ ബാങ്കുകളും സഹകരണ ബാങ്കുകളും തമ്മിലുള്ള ഒരു വ്യത്യാസം, വാണിജ്യ ബാങ്കുകളിൽ പണമെടുത്ത് തിരിച്ചടയ്ക്കാത്തവരെന്നും തിരിച്ചടയ്ക്കാൻ നിവൃത്തിയില്ലാത്തവരല്ല, വലിയ വലിയ കുത്തക മുതലാളിമാരാണ്. അവർ വായ്പ എടുക്കുന്നത് തന്നെ തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ടുമല്ല. ഇന്ന് നമ്മുടെ രാജ്യത്തെ നയങ്ങളൊക്കെ അവർക്ക് അനുകൂലമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. വാണിജ്യ ബാങ്കുകൾ പൊതുമേഖലാ ബാങ്കുകളെ തന്നെ അവരുടെ കൈകളിലേക്ക് ഏൽപ്പിക്കാനുള്ള ശ്രമമാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
നിങ്ങൾക്കറിയാമായിരിക്കും 12 പൊതുമേഖലാ ബാങ്കുകൾ മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ. അതിൻ്റെ എണ്ണം 3 ചുരുക്കി അതിനെല്ലാം ഇത്തരത്തിലുള്ള കുത്തക മുതലാളിമാർക്ക് കൈമാറാനുള്ള നീക്കം നടക്കുകയാണ്. അവിടെയാണ് ഈ രാജ്യത്തെ സഹകരണ മേഖലയ്ക്കുള്ള ഒരു വലിയ പ്രസക്തിയുള്ളത്. സഹകരണ മേഖല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 30 സഹകരണ ബാങ്ക്. ആർക്കാണ് ഇവിടെ നിക്ഷേപമുള്ളത്? ആർക്കാണ് വായ്പയുള്ളത്? സാധാരണക്കാരായ സഹകാരികൾക്കാണ് നിക്ഷേപവും വായ്പയും. ഇവിടെ പറഞ്ഞില്ല 50 ലക്ഷം വരെ നമുക്ക് വായ്പ കൊടുക്കാൻ സാധ്യതയുണ്ടെന്നാലും നമ്മളിപ്പോൾ അത് കൊടുക്കുന്നില്ല. കിട്ടാക്കടം ഏതാണ്ട് 19.9% എന്ന് പറഞ്ഞാൽ 20% അടുത്താണ് നിൽക്കുന്നത്. ഒരു ധനകാര്യ സ്ഥാപനത്തിന് കിട്ടാക്കടം അത്രമാത്രം വലുതായി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമാണല്ലോ അതിന്റെ ഡിവിഡൻഡുകൾ കുറയും, ലാഭം എത്ര ഉണ്ടാക്കിയാലും ലാഭവിഹിതം കൊടുക്കുന്നത് ഇത്ര മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പൊ ആർക്കാണ് അതിന്റെ ഉത്തരവാദിത്തം? ഒരു സഹകരണ സ്ഥാപനം എന്നുള്ള നിലയിൽ സ്വാഭാവികമായും സഹകാരികൾക്ക് തന്നെയാണ്. അവിടെ എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഒരു സഹകരണ സ്ഥാപനം അവിടെ വായ്പ കൊടുത്ത് അത് തിരിച്ചു മേടിക്കാൻ ചെല്ലുമ്പോൾ മോശക്കാരാവും. അപ്പോൾ അങ്ങനെ തിരിച്ചു മേടിക്കാൻ ചെല്ലുമ്പോൾ മോശക്കാരായാൽ തുടർന്ന് നമ്മളുടെ നിലനിൽപ്പ് എങ്ങനെയാണ്? അതൊക്കെ പ്രശ്നങ്ങളാണ്. പക്ഷേ എടുക്കുന്ന വായ്പകൾ തിരിച്ചടയ്ക്കാനും അതിനുള്ള ഒരു ധനകാര്യ ഒരു ഉത്തരവാദിത്വം സഹകാരികൾ തന്നെ നടത്തിയാൽ മാത്രമേ ആ സ്ഥാപനത്തിന് നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഈ സ്ഥാപനം നിലനിൽക്കേണ്ടത് ഈ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ്, ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ സഹകരണ സ്ഥാപനത്തിൽ, ഈ സഹകരണ ബാങ്കിൽ നൽകുന്ന വായ്പകൾ തിരിച്ച് ലഭ്യമാക്കുന്നതിന് സഹകാരികളോടൊപ്പം ഇവിടുത്തെ ജീവനക്കാർ, സാധാരണക്കാരായ മുഴുവൻ സഹകാരികളുടെയും പരിപൂർണമായ സഹകരണം തുടർന്നുണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. 2, ഇന്നിവിടെ നമ്മൾ 2 പേരെ ആദരിക്കുകയാണ്. അവർ 2 പേരും ഈ ഡയറക്ട് ബോർഡ് മെമ്പർമാരാണ്, ജനപ്രതിനിധികളായി. ഇവിടെ പറഞ്ഞല്ല, ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് അവർ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷി അതിനൊരു ചെറിയ തിരിച്ചടി നേരിട്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഈ 2 പേർക്കും, ഈ 2 സഹകാരികൾക്കും അവരവർ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥലത്ത് നിന്നും ജനങ്ങളുടെ അംഗീകാരം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. പക്ഷെ നമ്മളെയൊക്കെ എന്നെ ഏറെ വ്യാകുലപ്പെടുത്തുന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഇവിടെ തന്നെ തുടക്കത്തിൽ സൂചിപ്പിച്ചു, ഈ ബാങ്ക് പണ്ട് ഭരിച്ചിരുന്നത് മറ്റൊരു രാഷ്ട്രീയ കക്ഷിയാണ്, ഇപ്പൊ ഭരിക്കുന്നവർ. അത് ഏത് രാഷ്ട്രീയമായിക്കൊള്ളട്ടെ, ഒരു സഹകരണ ബാങ്ക് നിലനിൽക്കേണ്ടത് ആ നാടിന്റെ ആവശ്യമാണ്, ആ സഹകാരികളുടെ ആവശ്യമാണ്, ആ സഹകരണ സ്ഥാപനത്തിലെ നയിക്കുന്നവരുടെയും കൂടെ ഉത്തരവാദിത്തമാണ് അത് നിലനിർത്തുക എന്നുള്ളത്. അത് ഏത് രാഷ്ട്രീയ കക്ഷിയാണെങ്കിലും അതിൻ്റെതായ രീതിയിൽ തന്നെ അതിന്റെ ഗൗരവത്തിൽ കണ്ടുകൊണ്ട് തന്നെ പോകുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ നമ്മളെയൊക്കെ ഏറെ വ്യാകുലപ്പെടുത്തേണ്ടത് നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരുന്ന വർഗീയതയാണ്. അപ്പൊ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും, നമ്മുടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുക്കപ്പെട്ട ചില ആളുകൾ അവർ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പോലും ഒരു വർഗീയത അല്ലെങ്കിൽ ഒരു വർഗീയ കാഴ്ചപ്പാട്, ഒരു വർഗീയ വികാരം ജനങ്ങളുടെ മനസ്സിലേക്ക് കുത്തിവയ്ക്കുന്നതിനുള്ള അതിഗൂഢമായ ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ രാജ്യത്തിനോ നമ്മുടെ നാടിനോ ഗുണകരമല്ലാത്തൊരു സാഹചര്യത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇന്ന് നമ്മൾ സ്വീകരണം കൊടുക്കുന്ന ഈ സഹകരണ ബാങ്കിന്റെ ഡയറക്ട് ബോർഡ് മെമ്പർ കൂടിയായ ശ്രീ SS അനിലും അതുപോലെ രാജലക്ഷ്മിയും 2 പേരും തീർച്ചയായും അവർക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഒരു ഉത്തരവാദിത്വം അവിടുത്തെ അതാത് സ്ഥലങ്ങളിലെ അതാത് പ്രദേശങ്ങളിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി ഉള്ള സേവനത്തിന് ഉപയോഗിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ 2 പേരെയും അഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് അവർക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾ അഭിവാദ്യം ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ബാങ്കിൻ്റെ പ്രിയപ്പെട്ട സെക്രട്ടറി ശ്രീ PH സാബുവിനെ എന്നോട് സംസാരിക്കാൻ ഏറെ ധന്യമായ ഈ ചടങ്ങ് നമുക്ക് ക്രിസ്തുമസിൻ്റെ തലേ ദിവസമാണ് ചേരുന്നത്. ക്രിസ്തുമസ് പ്രത്യാശയുടെയും സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമാണ്. കക്ഷി മതരാഷ്ട്രീയ ചിന്തകൾക്കും അസമത്വത്തിനും എതിരെ സത്യത്തിൻ്റെയും നന്മയുടെയും ജന്മമാണ് ക്രിസ്തുമസ്. പുതുവർഷവും അങ്ങനെ തന്നെയാണ്. പുതിയ പ്രതീക്ഷകൾ നമുക്ക് ബലം പകരുന്നതാണ്. ഉപതല സർവീസ് സഹകരണ ബാങ്കിനെ സംബന്ധിച്ച് ഒരു വാർഷിക പൊതുയോഗത്തിന് ശേഷമാണ് ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഇന്നലകളിലെ ബാങ്കിൻ്റെ പോരായ്മകൾ തിരിച്ചറിയാനും പുതിയ സ്വപ്നങ്ങൾ കാണാനും കൂടുതൽ സഹകാരി ക്ഷേമത്തോടെ സഹകാരികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുമാണ് ഭരണസമിതിയും സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാനും എൻ്റെ സഹപ്രവർത്തകരും എല്ലാം ശ്രമിച്ച് വരുന്നത്. ഇപ്പോൾ നമുക്ക് വലിയ കഷ്ടകാലത്ത് കേരളത്തിലെ സഹകരണ മേഖല പൊതുവെ പിന്നോട്ടടിച്ച ഒരു കാലഘട്ടത്തിൽ പിടിച്ചു നിന്നു എന്നുള്ളത് മാത്രമേ നമുക്ക് അവകാശവാദമുള്ളൂ. വലിയ നേട്ടമുണ്ടാക്കിയെന്നല്ല അവകാശവാദം.
വലിയ കഷ്ടപ്പാടിൻ്റെ വലിയ പ്രതിസന്ധിയുടെ ഒരു കാലഘട്ടത്തിൽ തകർന്നു പോവാതെ മുപ്പത്തറ സർവീസ് സഹകരണ ബാങ്കിനെ നിലനിർത്താനും പരിമിതമെങ്കിലും അതിൻ്റെ ലാഭക്ഷമത ഉറപ്പുവരുത്തി പോകാനും കഴിഞ്ഞെന്ന് മാത്രമേ നമുക്ക് അവകാശവാദമുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ പ്രസിഡന്റ് പറഞ്ഞല്ലോ 19.91% കുടിശ്ശികയുള്ള ഈ ബാങ്കിനെ എങ്ങനെ സഹകാരികൾക്ക് പ്രയാസമില്ലാത്ത വിധത്തിൽ ഈ കുടിശ്ശിക പിരിച്ചെടുക്കാം എന്നുള്ളതാണ് ഭരണസമിതിയുടെ മുമ്പാകെയുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. ഇപ്പം നമുക്കറിയാം, ഏക കിടപ്പാട വിരുദ്ധ ജപ്തി വിരുദ്ധ നിയമമെല്ലാം പാസ്സാക്കിയ ഒരു കാലമാണിത്. അപ്പോൾ പല സഹകാരികളും തെറ്റായിട്ട് ധരിച്ചു വച്ചിരിക്കുന്നത്, മുപ്പത്തറ സർവീസ് സഹകരണ ബാങ്കിലെ സഹകാരികൾ ഉൾപ്പെടെ ധരിച്ചു വച്ചിരിക്കുന്നത് ഇനി ജപ്തിയില്ല എന്നാണ്. വളരെ തെറ്റായ ഒരു കാര്യമാണ്. കാരണം ഏക കിടപ്പാട സംരക്ഷണ ബില്ലിലെ വ്യവസ്ഥ മുപ്പത്തറ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പരിധിയിൽ ഒരു 10 വായ്പയോ 5 വായ്പയോ പോലും ആ ഡെഫിനിഷനിൽ വരില്ല എന്നുള്ളതാണ് വസ്തുതാപരമായ കാര്യം. ഏത് ആവശ്യത്തിന് വേണ്ടിയാണ് വായ്പ എടുത്തത് എന്നത് നോക്കിയിട്ടാണ് ഇതിൻ്റെ ഗുണഭോക്താക്കളെ നിശ്ചയിക്കാൻ പോണത്. മുപ്പത്തറ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് എടുത്തിട്ടുള്ള വായ്പ ആ ഡെഫിനിഷനിൽ തന്നെ വായ്പയല്ല. അപ്പോൾ അപൂർവങ്ങളിൽ അപൂർവ സഹകാരികൾക്കായിരിക്കും ഏക കിടപ്പാട സംരക്ഷണ നിയമത്തിൻ്റെ ഭാഗമായിട്ട് ജപ്തിയിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടാൻ പോവുക. അപ്പം നമുക്ക് ബേസിക്കായ കാര്യം, നമുക്ക് എടുത്ത വായ്പ തിരിച്ചടയ്ക്കാതിരിക്കാൻ കഴിയില്ല. നിക്ഷേപകരുടെ പണമാണ്. ബാങ്കിനെ സംബന്ധിച്ച് അത് നിക്ഷേപിച്ച ആളുകൾ മുറുക്കിയെടുത്തും തൻ്റെ പെൻഷൻ പണം കൊണ്ടുവന്നും ഈ ബാങ്കിനെ വിശ്വസിച്ച് ഇവിടെ ഏൽപ്പിച്ചിട്ടുള്ള നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കാൻ ഭരണസമിതി പ്രതിജ്ഞാബദ്ധമാണ്. ഒപ്പം സാധാരണക്കാരായ ആളുകളുടെ ആശാകേന്ദ്രം എന്നുള്ള നിലയിൽ അവരെടുത്തിട്ടുള്ള വായ്പകളെ പരമാവധി അവർക്ക് ശല്യം വരുത്താത്ത വിധത്തിൽ ജപ്തി കാര്യങ്ങളിലൊക്കെ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടും പരമാവധി ആനുകൂല്യങ്ങൾ നൽകിയും എങ്ങനെ വായ്പ തിരിച്ചു പിടിക്കാം എന്നുള്ളതാണ് ഭരണസമിതി മുന്നോട്ട് വയ്ക്കുന്ന സമീപനം. അതാണല്ലോ പ്രസിഡന്റ് ഇവിടെ പറഞ്ഞല്ലോ, 70 ലക്ഷത്തിന് മേൽ രൂപയാണ് നമ്മുടെ സഹകാരികൾക്ക് ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ പലിശ ഇളവ് കൊടുത്തത്. ഈ പലിശ ഇളവ് കൊടുത്തില്ലെങ്കിൽ ബാങ്കിന്റെ ലാഭം ഒറ്റയടിക്ക് 1,25,00,000 രൂപയാവും. സാങ്കേതികമായി ഒരു ലാഭം ഏൽപ്പിക്കുന്നതിനേക്കാൾ അത് നിലനിൽക്കുന്ന സമൂഹത്തിൽ സാമൂഹ്യ മാറ്റത്തിൽ സാധാരണക്കാരന് എത്രമാത്രം ഈ സഹകരണ സ്ഥാപനം കൊണ്ട് നേട്ടമുണ്ടായി എന്നതാണ് പ്രസക്തമായ വിഷയം. അതുകൊണ്ട് തന്നെയാണ് ഭരണസമിതി യാതൊരു പ്രത്യേക പരിഗണനകളും ഒരാളോട് കാണിക്കാതെ, പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരാൾക്ക് പ്രത്യേക ഇളവല്ല, പൊതുസമീപനത്തിന്റെ ഭാഗമായി 71 ലക്ഷം രൂപയുടെ ഇളവ് കൊടുത്തൊരു ഭരണസമിതിയാണിത്. അപ്പോൾ മുപ്പത്തറ സർവീസ് സഹകരണ ബാങ്കിൽ ഭരണസമിതി ഒറ്റ തീരുമാനം, ഇളവൊന്നുമില്ല എന്ന് തീരുമാനിച്ചാൽ തന്നെ ബാങ്കിന്റെ കഴിഞ്ഞ വർഷത്തെ ലാഭം 1,25,00,000 രൂപയാവുമായിരുന്നു. നമ്മുടെ ലാഭം കൂടി എന്ന് വേണമെങ്കിൽ നമുക്ക് മേഞ്ഞു നടിക്കാമായിരുന്നു. കേവലമായ മേഞ്ഞു നടിക്കലുകൾക്കപ്പുറത്ത് സഹകാരികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കൂടുതൽ കരുത്തുറ്റ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനോട് സാമാന്യം നല്ല നിലയിൽ പൊതുസമൂഹവും സഹകാരി സമൂഹവും ചേർന്നു നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ പുതിയ വർഷത്തിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകാനും നമുക്ക് ആവേശം നൽകുന്ന സംഗതി. ആ മുഹൂർത്തത്തിലാണ് ബാങ്കിൻ്റെ 2 ഡയറക്ടർ ബോർഡ് മെമ്പർമാർ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇപ്പോൾ പുതിയ നിയോഗങ്ങളിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ പുതുവർഷം കൂടുതൽ കരുത്തുറ്റതും സഹകാരി ക്ഷേമത്തിൽ അധിഷ്ഠിതവുമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട രാജലക്ഷ്മിക്കും അല്ലസഫിനും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ കഴിയട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും ക്രിസ്തുമസ് നവവത്സര ആശംസകൾ നേരുന്നു. ഒരറിയിപ്പ് പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ SIR നടപ്പിലാക്കിയതിൻ്റെ ഇപ്പോൾ കരട് പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ. 24 ലക്ഷം പേരാണ് ഇപ്പോൾ അതിൽ നിന്നും പുറത്തു പോയിട്ടുള്ളത്. ഇന്നിപ്പോൾ സമയമുണ്ട് ഇന്നും. അപ്പോൾ നിങ്ങളുടെ എല്ലാം എന്ന് പറഞ്ഞാൽ അത് പരിശോധിച്ചിട്ട് ആ ലിസ്റ്റിനകത്ത് വരാത്ത ആളുകളുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ചേർക്കാനും ബന്ധപ്പെട്ട BLOമാരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അതിനുള്ള അവസരമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരുടെ ശ്രദ്ധയിൽ അത് ഉണ്ടാകണം. തൊട്ട് നമുക്ക് അറിയാവുന്ന ആളുകൾ ആരെങ്കിലും ഒന്നും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ കൂടി പറഞ്ഞ് ഇതിനകത്ത് പെടുത്താൻ വേണ്ടിയുള്ള ഇടപെടൽ ഇന്ന് നടത്താം. അതൊരു അറിയിപ്പായി പറയും. ചടങ്ങിന് കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ബാങ്ക് ഡയറക്ടർ ബോർഡ് ശ്രീ KJ സെബാസ്റ്റ്യൻ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ CG വേണുഗോപാൽ, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട ബാങ്കിൻ്റെ പ്രസിഡന്റ് ശ്രീ VM ശശി, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട നേതാക്കളെ, മാന്യ സഹകാരികളെ, സുഹൃത്തുക്കളെ, ബാങ്ക് ജീവനക്കാരെ, ഇന്ന് ബാങ്കിൻ്റെ ലാഭവിഹിതം വിതരണവും അതോടൊപ്പം തന്നെ ഡയറക്ടർ ബോർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട
ശ്രീമതി ആർ രാജലക്ഷ്മിക്കും SS അനിലിനും ബാങ്കിൻ്റെ ഒരു സ്വീകരണം കൊടുക്കുക എന്നുള്ള ഒരു ചെറിയ ചടങ്ങാണ് ഇവിടെ നടന്നത്. അവരുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ബാങ്കിന്റെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് CG വേണുഗോപാലാണ്. CG വേണുഗോപാലിന് ഞാൻ ഈ യോഗത്തിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചടങ്ങ്, ഈ ലളിതമായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ആരാധ്യനായ ബാങ്കിന്റെ പ്രസിഡന്റ് ശ്രീ VM ശശിയാണ്. അദ്ദേഹത്തിനും ഈ യോഗത്തിന്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ യോഗത്തിൽ സംബന്ധിച്ച ശ്രീ SS അനിൽ, ശ്രീ PA ഫിറോസ് ഖാൻ, MA ഫിറോസ് ഖാൻ, ഇവിടെ കൂടിയിരിക്കുന്ന സഹകാരികൾ, ബാങ്കിലെ ജീവനക്കാർ, നമ്മുടെ ബാങ്കിന്റെ പ്രിയപ്പെട്ട സെക്രട്ടറി തുടങ്ങിയ എല്ലാവർക്കും, സഹകാരികൾക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പുതുവത്സരത്തിന്റെയും ക്രിസ്തുമസിന്റെയും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മുടെ ചടങ്ങ് അവസാനിച്ചതായി അറിയിക്കുന്നു.